രണ്ടുപേരുടെ ആഗ്രഹവും ഒന്ന് ഈക്വലൈസ് ചെയ്ത് പോയി. മാതാവ് ഞങ്ങൾക്കൊരു എന്താണോ ഞങ്ങളുടെ ആഗ്രഹം പോലെ ഒരു ഉത്തരം കണ്ടെത്തി തരണേ, പരിശുദ്ധ അമ്മേ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ അഖണ്ഡ ജപമാലയിൽ വളരെ സങ്കടപ്പെട്ടാണ് അത് കൂടി പോയി. അപ്പം എൻ്റെ മനസ്സുകൊണ്ട് ഞാനിങ്ങനെ തീരുമാനം എടുക്കണം, എന്ന ഒരു കാര്യം ചെയ്യാം, മനസ്സോടെ ഇഷ്ടമില്ലാതെ പഠിക്കാം, ജോലി വാങ്ങാം എന്നൊക്കെ കരുതി ഞാൻ ബുക്കെടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുന്ന പോലെ മാതാവ് പറയുന്നു, നീ ബുക്ക് അടച്ചു വെച്ചോ, പഠിക്കണ്ട, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല, അത് നിൻ്റെ ക്ഷേമത്തിനാണ് എന്നൊരു വചനം എനിക്ക് കിട്ടി. അപ്പം അതിനുശേഷം ഞാനത് പഠിച്ചില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ മുന്നിലോട്ട് അവിടെയുള്ളൊരു പ്രവർത്തകർ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളൊരു ആവശ്യം പറയുകയാണ്, മറ്റൊന്നല്ല, ഒരു കാൻഡിഡേറ്റ് ആയിട്ടൊന്ന് സെലക്ട് ചെയ്യുകയാണ്, ഇലക്ഷൻ വരുമല്ലേ, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാൻ ആ സമയത്ത് അവരോടൊന്നും പറഞ്ഞില്ല. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കുവാനും ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത്, കൃപാസന മാതാവിൻ്റെ അടുത്ത് അമ്മയെ നേരിട്ട് കാണുന്നത് പോലെ, ഞാനും ഹസ്ബൻഡും കൂടി തൊട്ട് മുന്നേ വന്ന് നേരിട്ട് കാണുന്ന പോലെ അമ്മയോട് ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണം. അങ്ങനെ വന്ന് ചോദിച്ച് തീരുമാനമെടുക്കാറുണ്ടായുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നു. ഞങ്ങളുടെ മനസ്സിൽ അതിന് മുന്നോട്ട് പോകാൻ പറഞ്ഞു. ആ മുന്നോട്ട് പോകുമ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ ആഗ്രഹവും ഹസ്ബൻഡിൻ്റെ ആഗ്രഹവും സാധിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും നന്മ ചെയ്യാനും ഒരു വഴി തുറന്ന് കിട്ടണം. അങ്ങനെ ഞാനപ്പോൾ പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ ഇഷ്ടം പോലെയാണ് നിന്നത്, ഒരു വോട്ടിനാണെങ്കിലും എന്നെ വിജയിപ്പിക്കണമെന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പൂർണ്ണമായ വിശ്വാസം അമ്മയുടെ മുന്നിലുണ്ടായിരുന്നു. അങ്ങനെ എലക്ഷൻ റിസൾട്ട് വന്നു. ഞാനന്ന് പ്രാർത്ഥിച്ചത് ഒരു വോട്ടിനാണെങ്കിലും എന്നെ ജയിപ്പിക്കണമെന്നാണ്. ഞാൻ ജയിച്ചത് 3 വോട്ടിനാണ്. 5 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ 5 കാൻഡിഡേറ്റ്സിൽ ഒരാളായ എന്നെയാണ് കർത്താവ് മുന്നോട്ട് കൊണ്ടുവന്നത്. അതൊരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പരിശുദ്ധ അമ്മ വഴി യേശു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്.